ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയ ഒരു പാലപ്പമാണ്. അതിനു വേണ്ടി പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഈ കപ്പിന് 250 ml ഒരു കപ്പാണിത്. അതിന് ഞാൻ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലതായിട്ട് കഴുകി ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. അങ്ങനെ 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് എടുത്തിട്ടുള്ള പച്ചരിയാണിത്. 2 കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതേ കപ്പിൽ പച്ചരി എടുത്ത അതേ കപ്പിൽ 2 കപ്പ് തേങ്ങ. ഇവിടെ ഞാൻ ഈ അപ്പം തേങ്ങ പാലിലാണ് അരയ്ക്കുന്നത്. തേങ്ങ അങ്ങനെ അരയ്ക്കുമല്ല, ഈ തേങ്ങ പാലിൽ അരയ്ക്കുന്നതും തേങ്ങ അരച്ചുണ്ടാക്കുന്ന അപ്പവും നല്ല വ്യത്യാസമുണ്ട്. ഞാൻ രണ്ടും ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ ടേസ്റ്റ് നല്ലതായിട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയത് തേങ്ങ പാലിൽ അരയ്ക്കുന്ന അപ്പം. അത് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഇനി തേങ്ങാപ്പാൽ എങ്ങനെ എടുക്കുന്നതെന്ന് കാണിച്ചു തരാം. മിക്സിയുടെ ജാറിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കണം. ഇതിലോട്ട് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതൊരു 30 സെക്കൻഡ് അടിച്ചാൽ മതി. ഒരു വലിയ അരിപ്പ വെച്ചിട്ട് നല്ലതായിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കണം. കൈകൊണ്ട് ഇങ്ങനെ പിഴിഞ്ഞെടുക്കണം നല്ലതായിട്ട്. ഇനി അരി അരച്ചെടുക്കാം. ഇത് ഞാൻ ഒന്നിച്ച് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തേക്കുവാണ്. വലിയ ജാറായതുകൊണ്ട് നിങ്ങൾ ചെറുതാണെങ്കിൽ ഇത് 2 പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതിയാവും. ഞാൻ ഈ 2 കപ്പ് പച്ചരി കുതിർത്തെടുത്ത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിത് കുറുക്കിയൊന്നും ചേർക്കത്തില്ല. അതിന് പകരം ചോറാണ് ചേർക്കുന്നത്. നല്ല വെള്ള അരിയുടെ ചോറ്, അതൊരു 1/2 കപ്പ്. ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ഈസ്റ്റ്. ഞാൻ ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നത്. അത് ഇതിലോട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര. നിങ്ങൾക്ക് പഞ്ചസാര കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, ഇതിലും കൂട്ടണമെങ്കിൽ കൂട്ടുകയും ചെയ്യാം. കാരണം അപ്പത്തിന് ചെറിയൊരു മധുരം വേണം, അതായിരിക്കും നല്ലത്. ഞാൻ ഇത്ര എടുത്തു. പക്ഷേ ഒട്ടും ഇടാതിരിക്കരുത്, കാരണം ഈസ്റ്റ് ഇടുന്നതുകൊണ്ട് അത് വർക്കാവണമെങ്കിൽ പഞ്ചസാര വേണം. അതുകൊണ്ട് കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇപ്പോഴേ ഉപ്പ് ഇട്ട് കൊടുത്തേരെ. നമ്മൾ പിഴിഞ്ഞു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ആദ്യമേ ഇത്രയും ഒഴിച്ചു കൊടുത്താൽ മതി, ബാക്കി വെച്ചേരെ. കാരണം അരയ്ക്കാൻ പാടായിരിക്കും, നല്ലതായിട്ട് അരഞ്ഞു കിട്ടത്തില്ല. ഇതൊരു നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരു ശകലം പോലും തരി കാണരുത്. അതുപോലെ തന്നെ പച്ചരി എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി ആയിരിക്കണം. പശയൊക്കെ ഉള്ള പച്ചരി ആയിരിക്കരുത്, ക്വാളിറ്റി ഉള്ളത് തന്നെ നോക്കി വാങ്ങണം. ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. ഇത് ഞാനിവിടെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു വലിയ പാത്രത്തിലോട്ട് പകർത്തണം. അപ്പത്തിന് എപ്പോഴും ഒരു വലിയ പാത്രം വേണം, കാരണം കുറച്ച് ഗ്യാപ്പ് നല്ലതായിട്ടിരിക്കണം. ഇത് ഈസ്റ്റൊക്കെ ഇട്ടുകൊണ്ട് നല്ലതായിട്ട് പൊങ്ങി വരും, അല്ലെങ്കിൽ വെളിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് ഗ്യാപ്പ് നിറയെ ഇരിക്കണം. അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നിങ്ങൾ ഈസ്റ്റ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് എടുക്കരുത്. അത് എടുത്തു കഴിഞ്ഞാൽ അപ്പം അതിൽ മാവ് ശരിക്കും പൊങ്ങത്തില്ല, അപ്പം സോഫ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് എക്സ്പയറി ഡേറ്റൊക്കെ ഉള്ള ഈസ്റ്റ് നോക്കി എടുക്കണം. അത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത് എടുക്കരുത്. അങ്ങനെ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഈ ബാക്കിയുള്ള, ഞാനിത് എല്ലാ തേങ്ങാപ്പാലിലും എല്ലാം അരച്ചത്. ഇനി ബാക്കി വന്ന തേങ്ങാപ്പാലും ഇപ്പം ഈ ഒരു പരുവത്തിലായിരിക്കുന്നത്. ആ ബാക്കി വന്ന തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെക്കണം. ഇത് പാത്രം മൂടി നമ്മളൊരു 8 മണിക്കൂർ വെച്ചിരിക്കണം. ഈ ചൂട് സമയത്തൊക്കെ, ചൂട് നല്ലതായിട്ടുള്ള സ്ഥലമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പുളിക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരു പാത്രം അടിയിലൊരു പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ എന്നിട്ട് അതിന് അകത്ത് വെക്കണം. അഥവാ ഒന്ന് പുളിച്ച് പൊങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വീണോളുമല്ലോ മാവ്. പിന്നെ തണുപ്പ് സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ അത് ചെയ്യുന്നത് ആ രീതിയിൽ ചെയ്യുക. കമ്പിളിയിലൊന്ന് പൊതഞ്ഞ് വെക്കുകയോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കുകയോ, അതെങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുക. ഇതിപ്പം ഒരു 8 മണിക്കൂർ ഇത് പൊങ്ങി വരട്ടെ നല്ലതായിട്ട്. ഇപ്പം മാവ് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണിത്. ഇനി ഇത് ഒരു മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു 20-25 മിനിറ്റ് വെച്ച മാവ് മേളിൽ കണ്ടില്ല, നല്ല പതഞ്ഞിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇത് ഇളക്കരുത്, അങ്ങനെ കോരി ഒഴിച്ച്
ഇതിലോട്ട് ഒരു ഓയിലിൻ്റെ മായം ഒന്ന് തൂത്ത് കൊടുക്കണം. ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ, കാരണം ഇങ്ങനെയാണെങ്കിൽ സൈഡിൽ അപ്പം പിടിക്കാതെ ഇങ്ങനെ പോരും. ജസ്റ്റ് ഒരു മായം. ഈ മാവ് ജസ്റ്റ് ഒന്ന് ഇളക്കണം കേട്ടോ. ഞാൻ ഇളക്കണ്ടെന്ന് പറഞ്ഞു, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയിട്ട് 1.5 തവി ഒഴിക്കണം. എന്നിട്ടിങ്ങനെ പതുക്കെ ചുറ്റിച്ച് കൊടുക്കണം. ഇതിൻ്റെ ഈ സൈഡൊക്കെ ഒരു ഹോൾസ് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യും, എന്നിട്ട് അടച്ചു വെച്ചാൽ മതി. ഇനി ഇത് മൂടി വെച്ച് സിമ്മിൽ വെച്ച് വേവിക്കണം. അപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പൂവപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നടുവിൽ മാവ് ഒഴിച്ചിട്ട് ആദ്യം മേളിലോട്ട് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കുക. മേളിലോട്ടിങ്ങനെ അത് നടുവിൽ കൊണ്ടുവന്നിട്ട് തിരിച്ചിങ്ങോട്ട് തിരിച്ച് നടുവിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ നടുവിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ട്, എന്നിട്ട് മിഡിലിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ വെക്കണം. എന്നിട്ടിത് മുടി വെച്ച് വേവിക്കണം. ഇതായിട്ടുണ്ട്. ഇളക്കി കണ്ടില്ലേ, നല്ല പൂവ് പോലെ ഷേപ്പ് വന്നിരിക്കുന്നു. വേറൊരു പൂവപ്പം ഫാഷനും കൂടെ കാണിച്ചു തരാം. 1.5 തവി ഒഴിച്ചു. ഇതേപോലെ ചുറ്റിക്കുക. മേളിലോട്ട് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് താഴോട്ട് ഇങ്ങനെ സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് സൈഡിലോട്ട് തിരിച്ച് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് സൈഡിലോട്ട് സെൻറ്ററിൽ കൊണ്ടുവന്നിട്ട് തിരിച്ച് ഗ്യാപ്പില്ലേ, ആ ഗ്യാപ്പിൻ്റെ അവിടെ കുറച്ച് തണിങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് തിരിച്ച് ഈ ഗ്യാപ്പിൽ കുറച്ച്, എന്നിട്ടത് മിഡിലിൽ ഇതിലൊരു വലിയ പൂവിൻ്റെ ഷേപ്പായി. ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കണം. ഇനി ഒരു കാര്യം കൂടി, നിങ്ങൾ അപ്പത്തിന് അരയ്ക്കാൻ നേരത്തെ തേങ്ങ ആ ഒരു കപ്പിൽ ഞാൻ ഒന്ന് അമക്കിയാണ് എടുത്തത്. കുറച്ച് അമക്കി കൊള്ളുന്ന പോലെ, അങ്ങനെയാണ് ഞാൻ 2 കപ്പ് എടുത്തത്. ഈ കപ്പ് 1/2 കപ്പ് 1 കപ്പ് അങ്ങനത്തെയൊക്കെ സ്പൂണ്, ടീസ്പൂണ്, ടേബിൾ സ്പൂണൊക്കെ മേടിക്കാൻ കിട്ടും. അത് ഇല്ലാത്തവരൊന്ന് മേടിച്ചാൽ നന്നായിരിക്കും. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എപ്പം കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, കേക്ക് പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഞാൻ മുറിച്ച് കാണിക്കുമെന്ന്. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു.